ഒരു യുവഗായകൻ എന്ത് ചോദിക്കാനുണ്ട്? ഇപ്പോൾ ഈ കാലങ്ങളിൽ അല്ലെങ്കിൽ അയാളും ഞാനും തമ്മിൽ നിന്നുള്ള സിനിമയിലും അല്ലാത്ത ചില നല്ല സിനിമകളിലൊക്കെ പാടാനുള്ള അവസരം അങ്കിൾ പിന്നെയും തന്നിട്ടുണ്ട്. ഇപ്പോഴും അപ്പോഴും തമ്മിലുള്ള എന്താ കാരണം, എനിക്ക് അന്ന് എന്നെ വിളിച്ച് പാടിപ്പിച്ചതിൻ്റെ ഒരു എന്തായിരിക്കും അതിൻ്റെ ഒരു അങ്കിളുടെ തിങ്കിങ് എന്തായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ പാടിപ്പിക്കണം എന്ന് ആലോചിക്കണമെന്ന് എന്താണ് ഒരു തിങ്കിങ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഗായകരെ എങ്ങനെ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് ഒരുപക്ഷെ അവസ്ഥയെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് തന്നെയാണ് വിജയ് മതിക്കുന്ന ചോദ്യം. അപ്പോൾ ഒരുപാട് ചിന്തിച്ച്, കാരണം ഒരാളെ പാടിച്ചിട്ട് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റപ്പെടുക എന്നൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷേ ഐ ഡോണ്ട് വാണ്ട് ടു, അങ്ങനെ ഒരു നിരാശ ആ കുട്ടിക്ക്, പാടുന്ന കുട്ടി ആണായാലും പെണ്ണായാലും ഉണ്ടാകരുതെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എൻ്റെ അടുത്ത് പാടി, ഇപ്പോൾ സാധാരണ രീതിയിൽ പാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പാടണില്ല എന്ന് പറഞ്ഞ് വിടേണ്ട കേസുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ആ ഒരു പാട്ട് അവർ പാടി ഗംഭീരമായിട്ട് പാടിയിരിക്കുന്നുവെന്ന് നാട്ടുകാർ പറയുന്ന വിധത്തിൽ വരുന്നവരെ ഞാൻ അവരെ പാടിക്കും. ഒരുപാട് സമയമെടുക്കും. 10 മണിക്കൂർ 24 മണിക്കൂർ വരെ പാടിപ്പിച്ചിട്ടുണ്ട്. ശ്രേയാ ഘോഷൽ വരെ എൻ്റെ ഒരു പാട്ട് 9 മണിക്കൂർ പാടി. ജോൺസൺ മാഷ്, ഔസേപ്പച്ചൻ, ഈ രണ്ടുപേരുടെയും പ്രത്യേകത, അവർക്ക് ചില പിടിവാശികളുണ്ട്, നീതമായിട്ടുള്ള ചില രീതികളുണ്ട്. ഒരു ട്രെൻഡ് ഉരുത്തിരിയെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പുറകെ ഓടിപ്പോകാൻ നിങ്ങൾ തയ്യാറല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ശക്തിയുള്ള തട്ടകങ്ങൾ നിൽക്കാനുള്ള ഒരു പ്രേരണയായിരിക്കാം, അല്ലെങ്കിൽ മാറ്റത്തോട് അത്ര വേഗതയിൽ പ്രതികരിക്കേണ്ടതില്ലെന്നുള്ള ഒരു ചിന്തയായിരിക്കാം. എന്തായിരിക്കും ഔസേപ്പച്ച? എൻ്റെ മാറ്റങ്ങൾ എതിർക്കുന്ന ഒരാളല്ല ഞാൻ. ആവശ്യത്തിനുള്ള മാറ്റങ്ങൾ വേണം, പക്ഷെ മാറ്റത്തിനു വേണ്ടി മാറ്റമാകും.